السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫിഖ്ഹ് പഠന പരമ്പരയിൽ തസ്ഹീൽ ഫിഖ്ഹ് എന്ന കിതാബ് അടിസ്ഥാനമാക്കി കിതാബു സ്വലാ നിസ്കാരം എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദാബുൽ മശ്ഇ ഇല സ്വലാ നിസ്കാരത്തിലേക്ക് നടന്നു പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്ന ബാബിൽ 12ാമത്തെ ഫസ്ല് മാ യുസ്റഉ ഇദാ ദഖലൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിച്ചാൽ എന്തെല്ലാമാണ് ശറഅാക്കപ്പെടുക, നിയമമാക്കപ്പെടുക എന്ന ഉപാധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത്. അതിൽ 1606 വരെ ഉള്ള മസലകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി 1607 ഇദബ്തദ അൽ മുഅദ്ദിനു ഫി ഇഖാമത്തി സ്വലാ ഫലാ യജൂസു അൻ യബ്തദിഅ ഫി സ്വലാത്തിൻ നാഫിലത്തിൻ സവാഅൻ കാനത് ഹാദിഹി നാഫിലത്തു മിൻ സുന്നത്തി റവാത്തിബി ഔ മിൻ ഗൈരിഹാ. ഇഖാമത്ത് വിളിച്ച ശേഷം പിന്നെ മറ്റൊരു നിസ്കാരം നിസ്കരിക്കാമോ ഇല്ലേ എന്നതാണ് ഇനിയുള്ള ചർച്ച. ഇദബ്തദ അൽ മുഅദ്ദിനു ഫി ഇഖാമത്തി സ്വലാ, മുഅദ്ദിൻ ഇഖാമത്ത് ആരംഭിച്ചാൽ ഫലാ യജൂസു പിന്നീട് ജായിസാവുക ഇല്ല ഐ യബ്തദിഅ ഫി സ്വലാത്തിൻ നാഫില, ഒരു സുന്നത്ത് നിസ്കാരം തുടങ്ങൽ ജായിസല്ല. സവാഅൻ കാനത് ഹാദിഹി നാഫിലത്തു മിൻ സുന്നത്തി റവാത്തിബി ഔ മിൻ ഗൈരിഹാ, ആ സുന്നത്ത് റവാത്തിബ് സുന്നത്തിൽപ്പെട്ടതാവട്ടെ അല്ലാത്തതാവട്ടെ ഏതാണെങ്കിലും ശരി, ഇഖാമത്ത് വിളിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരു സുന്നത്ത് നിസ്കാരം തുടങ്ങാൻ ഏതാന്നാലും പാടില്ല. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വാക്കാണ് തെളിവ്. ഇദാ ഉഖീമത്തി സ്വലാ ഫലാ സ്വലാത്ത ഇദൽ മക്തൂബ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ സ്വലാത്ത പിന്നെ നിസ്കാരമില്ല, ഇല്ലൽ മക്തൂബ ഫർളായതല്ലാതെ പിന്നെ നിസ്കാരമില്ല. റവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ ഫർള് നിസ്കാരമല്ലാത്ത മറ്റു നിസ്കാരമില്ല എന്ന് ഹദീസിൽ വന്നു. അതുപ്രകാരം ഇഖാമത്ത് വിളിക്കാൻ തുടങ്ങിയാൽ പിന്നൊരു സുന്നത്ത് നിസ്കാരം തുടങ്ങാൻ ഏതായിരുന്നാലും പാടില്ല. ഇവിടെ ഈ ഹദീസിൽ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബത്ത എന്നാണ്. ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ സ്വലാത്ത പിന്നെ നിസ്കാരമില്ല. നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? പല രൂപത്തിൽ അതിന് ശറഹുകൾ നൽകപ്പെടുന്നുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ വിശദീകരണം ഫലാ സ്വലാത്ത എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കാരം തുടങ്ങലില്ല എന്നാണ് അർത്ഥം. നിസ്കാരം തുടങ്ങലില്ല, തുടങ്ങിയ നിസ്കാരം പൂർത്തിയാക്കണോ വേണ്ടേ അത് മറ്റൊരു വിഷയം. അത് ഈ ഹദീസിൽ ഉദ്ദേശമില്ല. കാരണം സ്വഹാബിമാർ പലരും ഇഖാമത്ത് വിളിക്കുമ്പോൾ തന്നെ അവർ നിസ്കാരത്തിലായിരുന്നു. ആ നിസ്കാരത്തിനെ പൂർത്തിയാക്കിയ സംഭവങ്ങൾ പലതും വന്നിട്ടുണ്ട്. അവർ സംസ്കരിച്ചുകൊണ്ടിരിക്കെ ഇഖാമത്ത് വിളിച്ചു, അപ്പോൾ അവർ പലരും ആ നിസ്കാരം അങ്ങ് പൂർത്തിയാക്കിയിട്ട് വേഗം വന്ന് ജമാഅത്തിൽ പങ്കെടുത്ത സംഭവങ്ങൾ ഉണ്ട്. അപ്പോൾ ആ ഫിഅലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഹദീസ് ശറഹ് ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു അർത്ഥമാണ് ഫലാ സ്വലാത്ത എന്ന് പറഞ്ഞാൽ ഫലാ സ്വലാത്ത ഇബ്തിദാഅൻ, ഒരു നിസ്കാരം തുടങ്ങാൻ പാടില്ല എന്ന അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ ശറഹ്. അപ്പം അത് പ്രകാരം
ഇഖാമത്ത് തുടങ്ങിയതിന് ശേഷം പിന്നെ നിസ്കാരം തുടങ്ങാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റുകയില്ല, പിന്നെ തുടങ്ങലില്ല. ഈ തുടങ്ങിയ നിസ്കാരം എന്ത് ചെയ്യും? ശേഷം ചർച്ച വരുന്നുണ്ട്. 1608 അമ്മ ഇൻകാനഖദ് ശറഅ ഫീ ഹാദിഹി നാഫില, എന്നാൽ ഇൻകാനഖദ് ശറഅ അവൻ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ ഫീ ഹാദിഹി നാഫില ഒരു സുന്നത്ത് നിസ്കാരത്തിൽ തുടങ്ങി, ഖബലൽ ഇഖാമത്തി ഇഖാമത്തിന് മുമ്പ് അയാൾ സുന്നത്ത് നിസ്കാരം ആരംഭിച്ചു, ആ സുന്നത്ത് നിസ്കാരം കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്ക് ഇഖാമത്ത് വിളിച്ചു എങ്കിൽ ഫഇദാ കാന ഖദ് സ്വല്ല അക്സറഹ ആ നിസ്കാരത്തിൻ്റെ അധികവും അവൻ നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതമ്മഹ അവനത് പൂർത്തിയാക്കാം ഖഫീഫത്തൻ ലഘുവായ രൂപത്തിൽ. അവൻ നിസ്കരിച്ചപ്പോൾ രണ്ടാമത്തെ റക്അത്ത് സുജൂദിലോ അല്ലെങ്കിൽ റുകൂഇലോ അത്തഹിയാത്തിലോ ഒക്കെ എത്തിയപ്പോഴാണ് ഇഖാമത്ത് വിളിച്ചത്. എന്നാൽ അവിടെ നിസ്കാരം മുറിച്ചു പോകണോ? വേണ്ട, ആ നിസ്കാരം പൂർത്തിയാക്കാം ഖഫീഫത്തൻ ലഘുവായ രൂപത്തിൽ. അപ്പോൾ അത്യാവശ്യമില്ലാത്ത സുന്നത്തുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഫർള് മാത്രം ചെയ്ത് വേഗം ആ നിസ്കാരം അവസാനിപ്പിച്ച് ജമാഅത്തിൽ വന്ന് കൂടുകയാണ് വേണ്ടത്. ലിഅന്നഹു ലം യബ്ഖ മിൻ നാഫിലതിഹി ഇല്ലാ അഖല്ല മിൻ റക്അ, കാരണം അപ്പോൾ അവൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഒരു റക്അത്തിൽ താഴെയാണല്ലോ ഇനി ബാക്കിയുള്ളത്. വമാ കാന അഖല്ല മിൻ റക്അ ഫലൈസ ബിസ്വലാത്തിൻ, ഒരു റക്അത്തിൽ താഴെയുള്ളതിന് സ്വലാത്ത് എന്ന് പറയില്ല. സ്വലാത്ത് എന്ന് പറയണമെങ്കിൽ മിനിമം ഒരു റക്അത്ത് വേണം. അപ്പം ഇവന് 1 റക്അത്ത് കഴിഞ്ഞു, ഞാൻ റക്അത്തേ ബാക്കിയുള്ളൂ, ആ അര റക്അത്ത് സ്വലാത്ത് എന്ന് പറയുമോ? ഇല്ല. ഹദീസ് വന്നതോ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ എന്നാണ്. ഫലാ സ്വലാത്ത പിന്നെ നിസ്കാരമില്ല ഇല്ലൽ മക്തൂബ. അപ്പം ആ ഹദീസ് അവന് എതിരാകുന്നില്ല, കാരണം അവൻ ഒരു അര റക്അത്തോ 3/4 റക്അത്തോ 1/4 റക്അത്തോ ഒക്കെ അവൻ നിസ്കരിക്കാനുള്ളത്. അതിനൊരിക്കലും സ്വലാത്ത് എന്ന് നിരുപാധികമായി പറയാവതല്ല. ഫലം യുൻഹ അൻഹു അസ്സലാ, അതുകൊണ്ട് തന്നെ അത് വിലക്കപ്പെട്ടതുമല്ല. ഫലാ സ്വലാത്ത എന്ന് പറഞ്ഞതിൽ അപ്പം ഇത് ഉൾപ്പെടുന്നില്ല. അതാ അടുത്ത് വരും, ഒക്കെ വരും. പ്രധാനമായും 2-3 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, എങ്ങനെയായാലും ആ നിസ്കാരം പൂർത്തിയാക്കാം, കാരണം നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുറിക്കതില്ല എന്ന ഒരു തത്വം മുന്തിച്ചവരുണ്ട്. നിസ്കാരം തുടങ്ങിയാൽ പിന്നെ തുടക്കം തക്ബീർ കൊണ്ടാണ്, ഒടുക്കം സലാം കൊണ്ടാണ് എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് അവൻ സലാം വീട്ടി പിരിയുകയാണ് വേണ്ടത്, അല്ല നിസ്കാരം മുറിച്ചു പോകൽ ഇല്ല എന്ന തത്വത്തെ മുന്തിച്ചുകൊണ്ട് അയാൾ നിസ്കാരം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. എന്നാൽ ആ പൂർത്തിയാക്കൽ കൊണ്ട് ഫർള് നിസ്കാരത്തിലെ ഒരു റക്അത്ത് നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ ഫർള് നിസ്കാരത്തിൻ്റെ ഒരു ഫളായിലൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നോ ഉണ്ടെങ്കിൽ അവിടെ ഫർളിനെ ആണ് മുന്തിക്കേണ്ടത്, ഈ സുന്നത്തിനല്ല എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഈ പറഞ്ഞ പോലെ ഇതാണ് ഭൂരിപക്ഷം പറഞ്ഞത്. നിസ്കാരത്തിൻ്റെ നല്ലൊരു ഭാഗം നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒരാൾ ചെറിയ കുറച്ച് ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ അയാൾക്ക് അത് പൂർത്തീകരിച്ചിട്ട് അയാൾക്ക് ഫർളിലേക്ക് വരാം. ആ പൂർത്തീകരിക്കുമ്പോഴും ഏറ്റവും ചുരുക്കി അയാൾ നിസ്കരിക്കുക. സുന്നത്തായ ദിക്റൊക്കെ വേണ്ട വെക്കുക, 3 വട്ടം ചെയ്യണമൊക്കെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി എന്ന് വെക്കുക. എന്നിട്ട് എത്രയും വേഗം നിസ്കാരം പൂർത്തിയാക്കിയിട്ട് അയാൾ സലാം വീട്ടിട്ട് തന്നെ ഫർളിലേക്ക് വരുന്നു. ചിലർ പറഞ്ഞു അതൊന്നുമല്ല, ഫലാ സ്വലാത്ത എന്ന് പറഞ്ഞതോടുകൂടി ഇനി എത്ര ആയാലും ശരി അത്തഹിയാത്തിലാണെങ്കിലും അവിടെ നമസ്കാരം ഒഴിവാക്കുക. കാരണം ഫലാ സ്വലാത്തിൽ മക്തൂബ, ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫർളല്ലാത്ത നമസ്കാരം ഇല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഫർളല്ലാത്ത ഒന്നും പറ്റൂല എന്ന് പറഞ്ഞവരും പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. ഭൂരിപക്ഷ അഭിപ്രായവും പ്രബലാഭിപ്രായവും കൂടുതൽ ശരിയും ന്യായവുമായി മനസ്സിലാകുന്നതും അയാൾക്ക് അയാളെ ഫർളിനെ ബാധിക്കുകയില്ല എങ്കിൽ അയാൾക്ക് സുന്നത്ത് പൂർത്തീകരിക്കാം. ഇഖാമത്ത് വിളിച്ചാലും ഒരു സ്ഥലമൊക്കെ പല സൊഫകൾ ശരിയാക്കി ഇമാമൊക്കെ തുടങ്ങുമ്പോഴേക്കും നിസ്കാരം കഴിഞ്ഞു പോരാൻ പറ്റും എങ്കിൽ ഓൻ അതാണ് അഫ്ളൽ. ഓനെ സലാം വിട്ടി പോന്നാലും തക്ബീറത്തുൽ ഇഹ്റാം അടക്കം ഇമാമിനൊപ്പം കിട്ടും എന്നുണ്ടെങ്കിൽ ആ സുന്നത്ത് വേഗം പൂർത്തിയാക്കുന്നു, എന്നിട്ട് ഫർളിൽ വന്ന് ചേരുന്നു. ഇനി അതിൽ ഒരല്പമൊക്കെ ബാക്കിയുണ്ട് എന്നാലും അത് പൂർത്തിയാക്കുക. ഒരു റക്അത്തൊക്കെ നഷ്ടപ്പെടുമെന്നാണെങ്കിൽ ആ സുന്നത്ത് ചെല്ലുമ്പോഴേക്ക് ഫർള് റക്അത്തൊക്കെ നഷ്ടപ്പെടും എന്നാണെങ്കിൽ ഓൻ ആ സുന്നത്ത് മുറിച്ച് ഒഴിവാക്കിയിട്ട് ഫർളിലേക്ക് വരുന്നു. അതാണ് കൂടുതൽ ശരി. അല്ലാഹു അഅലം. ഇല്ല, സലാം വിട്ടില്ല, മുറിച്ചൊരു സലാം വിട്ടുണ്ട്. അവിടുത്തെ നിസ്കാരം ഒഴിവാക്കാത്ത നിയ്യത്തോടി അവർ പിരിയുന്നു, നിസ്കാരത്തിന് പിരിയുന്നു. നിസ്കാരം അവൻ ഒഴിവാക്കുകയാണ് എന്ന് നിയ്യത്ത് മാറ്റിയാൽ മതി. നേരത്തെ പറഞ്ഞല്ലോ, നിയ്യത്ത് വളരെ നിസ്കാരം ബാത്തിലാവുന്നു. ആ നിസ്കാരം അവൻ അവസാനിപ്പിക്കുന്നു ആണ് വിചാരിച്ചാൽ തന്നെ ആ നിസ്കാരം അവന് നഷ്ടപ്പെട്ടു പോയി, മുറിഞ്ഞു പോയി എന്നർത്ഥം. പൂർത്തിയാക്കാം.
അവിടെ പൂർത്തിയാക്കാം. ബാങ്ക് കൊടുത്തിന് കുഴപ്പമില്ല, ബാങ്ക് കൊടുത്താൽ വേണ്ടി ഇഷ്ടമുള്ള സമയമുണ്ടല്ലോ. ഇവിടെ ഇഖാമത്ത് കൊടുത്താലാണ്. അതെ, വിത്ര പൂർത്തിയാക്കാം. രാത്രി നഷ്ടപ്പെട്ട നബി പകൽ നിസ്കരിക്കുന്നുണ്ടല്ലേ, ഇത് കുഴപ്പമില്ല. ഇനി 1609 ഇതിനെ പൂർത്തീകരണം തന്നെയാണ്. ആ സുന്നത്തിന് ബാക്കിയുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ഇഖാമത്ത് വിളിക്കപ്പെടുമ്പോൾ ബാക്കിയുണ്ട്, ഒരു റക്അത്തിലേറെ ബാക്കിയുണ്ട്. നിസ്കാരം തുടങ്ങിയിട്ടേ ഉള്ളൂ, നിസ്കാരം തുടങ്ങി ഫാത്തിഹ ഓതിയപ്പോഴേക്ക് ഇഖാമത്ത് വിളിച്ചു എങ്കിൽ ആ നിസ്കാരം പൂർത്തിയാക്കാൻ നിന്നാൽ ഇമാമിന്റെ നിസ്കാരത്തിൽ നിന്ന് ഒരു റക്അത്ത് അവൻ നഷ്ടപ്പെടും എന്നാണെങ്കിൽ അപ്പൊ സുന്നത്ത് അവൻ മുറിക്കണം. കാരണം സുന്നത്തിനേക്കാളും പ്രാധാന്യമുള്ളത് ഫർദിനാകുന്നു. അപ്പോൾ ഒന്നുകിൽ സുന്നത്തിൽ ഒരു റക്അത്തിന് പോകും, അല്ലെങ്കിൽ ഫർദിൽ ഒരു റക്അത്ത് പോകും. ഏതാ നല്ലത് വെച്ചാൽ സുന്നത്തിന് പോകാൻ ഫർദെടുക്കുക. അപ്പോൾ ആ സുന്നസ്കാരം മുറിക്കുന്നു, എന്നൊരു ഫർദിലേക്ക് അവന് വരുന്നു. അങ്ങനെ റക്അത്തൊന്നും നഷ്ടപ്പെടുകയില്ല എങ്കിൽ അതമ്മഹ, ആ സുന്നത്തിനെ പൂർത്തീകരിക്കണം. ഖഫീഫത്തൻ, ലഘുവായ രൂപത്തിൽ അവൻ പൂർത്തിയാക്കട്ടെ എന്നാണ്. ഇതാണ് മുൻഗാമികൾ പലരും പറഞ്ഞ അഭിപ്രായം. ഇതാണ് ഇമാം ഷാഫിഈ, ഇമാം ലൈസ്, ഇമാം ഔസാഇ, ഇമാം ഇബ്രാഹിം നഖഈ, സുഫ്യാൻ സൗരി തുടങ്ങിയ ആദ്യകാല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം മിക്കവാറും ഈ ഒരു അഭിപ്രായമാണ്. സ്വഹാബത്ത് അങ്ങനെ ചോദിക്കൂല, ആണ് സ്വഹാബത്ത് നമ്മളെ മാറി ചോദിക്കൂല. പറഞ്ഞിട്ടുള്ള അപ്പടി സമീന ബാത്രൈന എന്ന് പറഞ്ഞ് പോകലേ ഉള്ളൂ. ഓലങ്ങനെ വളരെ അപൂർവ സമയത്ത് മാത്രം സ്വഹാബിമാർ സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. സുഖിക്കാം, കുഴപ്പമില്ല. ഫർദിന് ശേഷം ആ സുൽത്താന് വീണ്ടെടുക്കാം, അതിനൊന്നും വിരോധമില്ല. അപ്പൊ ഇവിടെ റക്അത്ത് നഷ്ടപ്പെടുകയില്ല എങ്കിൽ അതമ്മഹ, ആ സുന്നത്തവനെ പൂർത്തിയാക്കട്ടെ. ഖഫീഫത്തൻ, ലഘുവായ രൂപത്തിൽ പൂർത്തിയാക്കട്ടെ. അപ്പോഴും പിന്നെ വലിയ സുഹൃത്ത് നോക്കാൻ പറ്റില്ല. വലിയ സുഹൃത്ത് ഓതി എല്ലാ ദിക്റും മോനെ ഒരുപാട് പ്രാവശ്യം ചൊല്ലി അങ്ങനെയല്ല അപ്പസ്കരിക്കേണ്ടത്. അപ്പം ഏറ്റവും മിനിമത്തിൽ ആ നിസ്കാരത്തവൻ പൂർത്തീകരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഹദീസിൽ പിന്നെ നിസ്കാരമില്ല എന്ന് പറഞ്ഞല്ലോ, അവിടെ ഗണ്യമായി സ്ഥിരപ്പെട്ടത് തുടങ്ങലില്ല എന്നാണ്. ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ പറ്റില്ല എന്ന കാര്യത്തിൽ എല്ലാവരും ഇത്തിഫാക്കാണ്. പുതിയ നിസ്കാരം തുടങ്ങാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവരും ഇത്തിഫാക്കാണ്. തുടങ്ങിയാൽ എന്ത് ചെയ്യണം, അവിടെ മാത്രമേ ഖിലാഫുള്ളൂ. അതുകൊണ്ട് തന്നെ വഹ്കാമുൽ ഇബ്തിദാഇ വൈറു അഹ്കാമിദ് ദവാം, തുടങ്ങുക എന്നതിന് ഹുക്മ് വേറെയാണ്, പൂർത്തിയാക്കുന്ന ഹുക്മ് വേറെയാണ്. അത് രണ്ടും ഒരുപോലെ കാണാൻ പറ്റില്ല എന്ന്. തുടങ്ങിയ നിസ്കാരം പൂർത്തിയാക്കൽ അത് വേറെ വിഷയമാണ്. തുടങ്ങാത്ത നിസ്കാരം തുടങ്ങലോ അത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് തുടങ്ങാൻ പാടില്ല എന്നത് വെച്ചുകൊണ്ട് തുടരാനും പാടില്ല എന്ന് പറഞ്ഞുകൂടാ. തുടങ്ങാൻ പാടില്ല എന്നത് മഖ്തൂ ആണ്, ഗണ്യമായതാണ്. എന്നാൽ അതിന് പൂർത്തീകരിക്കാൻ തുടരാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു മസ്അലയാണ് എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ല വിശദമായി ചർച്ച ചെയ്യുന്നത്. താഴെ നമ്പർ 3 കൊടുത്തിട്ടുണ്ട്. അവിടെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ല വളരെ വിശദമായി ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുപോലെ സമാനമായി വരുന്ന വ്യത്യസ്തമായ ഹദീസ് വെച്ചുകൊണ്ട് നിസ്കാരത്തിന് മാത്രമല്ല പല കാര്യത്തിലും തുടങ്ങുന്നതിന് ഹുക്മ് വേറെ, തുടങ്ങിയ പൂർത്തിയാക്കുന്ന ഹുക്മ് വേറെ എന്ന് രണ്ടും രണ്ടാക്കി പറഞ്ഞുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ല ഒരുപാട് ഉദാഹരണങ്ങൾ സമാനമായത് എടുത്തു കൊടുത്തുകൊണ്ട് രണ്ടും ഒന്നല്ല എന്ന് പഠിപ്പിക്കുന്നത് അവിടെ താഴെ കൊടുത്തിട്ടുമുണ്ട്. ഇനി 1610 മറ്റൊരു ഇതിനുണ്ടാകുന്ന മറ്റൊരു സംശയം. ഇവിടെ ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫർളല്ല നിസ്കാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇഖാമത്ത് വിളിച്ചപ്പോൾ ഓന് വേറെ ഫർള് നിസ്കരിക്കുകയാണ്. എന്നാലോ ഇപ്പം ജമ്മാക്കി പോകുന്ന ഒരാളാണ്, നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിക്കുകയാണ്. ആ ഫർള് നിസ്കരിക്കുമ്പോഴാണ് ഇവിടെ വേറെ ഫർളിന് ഇഖാമത്ത് കൊടുത്തത് എങ്കിൽ അവൻ എന്ത് ചെയ്യും? മൻ ശറഅ ഫീ ഫരീളത്തിൻ, ഒരാൾ ഫർള് ആരംഭിച്ചു, ഫൗഖീമത്തിസ് സ്വലാഹ്, അപ്പോൾ നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടു. ഫഇൻ കാന യുസല്ലി സ്വലാത്ത ലത്തി ഉഖീമത് നവദ് ദുഖൂല മഅൽ ജമാഅ, അവൻ നിസ്കരിക്കുന്ന നിസ്കാരം അത് ഇഖാമത്ത് വിളിക്കപ്പെട്ട നിസ്കാരമാണെങ്കിൽ നവദ് ദുഖൂല മഅൽ ജമാഅത്തി,
ആ ജമാഅത്തിൽ കൂടെ പ്രവേശിക്കുന്നു എന്ന് അവന് നിയത്ത് ചെയ്യാം. പോകാൻ പടന്നിട്ട് പൈസാട് എടുക്ക പോകാണ്ട്, അപ്പം ജമാഅത്ത് സമയമായിട്ടില്ല എന്നുള്ളതിലേക്ക് ഓൻ ഒറ്റ നിസ്കരിച്ച് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഓൻ തുടങ്ങി 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ഇഖാമത്ത് കൊടുത്തു. അതേ നിസ്കാരം തന്നെ. അപ്പോൾ അവന് ഈ ജമാഅത്തിൽ പങ്കെടുക്കുന്നു എന്ന നെയ്യത്തോടു കൂടി ആ നിസ്കാരം തന്നെ നേരെ ഇതിലേക്ക് വന്നിട്ടാണ് ചേരാം. ഒറ്റക്കാണ് അത് നിസ്കരിക്കുന്നത്. ഇപ്പം ഇഖാമത്ത് വിളിച്ചു, ഇമാമ ജമാഅത്ത് ആരംഭിക്കുന്നു എങ്കിൽ ഇതിൻ്റെ കൂടെ പ്രവേശിക്കുന്നു എന്ന നെയ്യത്ത് ചെയ്തുകൊണ്ട് അവൻ ജമാഅത്തിലേക്ക് ചേരാം. എന്നിട്ട് യുത്തിമ്മു അവൻ പൂർത്തിയാക്കണം ബാക്കി സ്വലാത്തിഹി മഅഹും, നിസ്കാരത്തിൻ്റെ ബാക്കി അവരുടെ കൂടെ പൂർത്തിയാക്കുക. 3 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 3 ജമാഅത്ത് നിസ്കരിക്കാം. 2 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 2 നിസ്കരിക്കുക. 3 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 1 നിസ്കരിക്കുക. അതാണ് അവൻ ചെയ്യേണ്ടത്. അപ്പം പിന്നുള്ളത് ഓന് എക്സ്ട്രാ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ഇമാമ 4 ഉണ്ടാവുമല്ലോ. ആദ്യം 3 നിസ്കരിച്ചിട്ടുണ്ട്. 4ാമത്തെ റക്അത്തിനായ്മന് 4ക്ക് എത്തിയപ്പോഴാണ് ഇമാമോട് ഒന്നെത്തുന്നത്. അതിൽ പോയി കൂടി. എന്നാൽ ഇനി ഇമാമിന് 4ഉം പിന്നെ പഴയ 3 കൂടി 7 നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 4 കഴിഞ്ഞാൽ അവൻ അവിടെ ഒന്നിന് ഇമാമിനെ പിരിയുന്നു. അവിടെ 4 പൂർത്തിയായ സലാം പൂട്ടി ഇമാമിനെ പിരിയുന്നു. അല്ലെങ്കിൽ അത്തഹിയാത്തിൽ അവിടെ ഇരിക്കുന്നു. ഇമാം 4ാമത്തെ റക്അത്തും കഴിഞ്ഞ് വരുന്നവരെ അത്തഹിയാത്തിൽ ദിക്റുകളും ദുആകളുമായി അവൻ വ്യാപൃതമാകുന്നു. ഇമാം അത്തഹിയാത്തിലേക്ക് എത്തി അത്തഹിയാത്തും കഴിഞ്ഞ് ഇമാം സലാം പൂട്ടുമ്പോൾ ഇമാമിൻ്റെ കൂടെ സലാം പൂട്ടുന്നു. അവൻ പൂർണ്ണമായ ജമാഅത്തിനെ കൂലി അവന് കിട്ടുകയും ചെയ്യും. ഈ വൈകാണ് യഖ്ലി സ്വലാത്തൻ ഫായിത, ഇനി അവൻ നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടുകയായിരുന്നു എങ്കിൽ നബദ്ദുഖൂല മഅൽ ഇമാം, അപ്പോഴും ഇമാമിൻ്റെ കൂടെ പ്രവേശിക്കുന്നുവെന്ന് നിയത്ത് ചെയ്യാം. ഫഅതമ്മ മഅഹു, അവരുടെ കൂടെ പൂർത്തിയാക്കാം സ്വലാത്തഹു അൽ ഫായിത, നഷ്ടപ്പെട്ട ആ നിസ്കാരം അവരോട് പൂർത്തിയാക്കാം. അപ്പോൾ ഓന് മഗ്രിബാണ്, ഇമാം ഇശാ ആണ്, അല്ലെങ്കിൽ ഓൻ നഷ്ടപ്പെട്ട മറ്റു നിസ്കാരം നിസ്കരിക്കുകയാണ്. എന്നാലും ശരി, ആ നിസ്കാരം തന്നെ അവൻ ഈ നിസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ ചേരാം, എന്നിട്ട് ഇമാമിൻ്റെ ഒപ്പം പൂർത്തിയാക്കാം. ലിയഹ്സുല അലാ അജ്രിൽ ജമാഅത്തി, ജമാഅത്തിൻ്റെ കൂലി ലഭിക്കാൻ വേണ്ടി. സുമ്മ സ്വല്ല അൽ ഹാദിറ, എന്ന് ആ നിസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ ഈ ആസന്നമായ നിസ്കാരം നിസ്കരിക്കുകയും ചെയ്യാം. മഗ്രിബാണ്, ഇമാം ഇശാ ആണ് എങ്കിൽ മഗ്രിബ് പകുതിയായപ്പോഴാണ് ഇശാ ഇഖാമത്ത് കൊടുത്തത് എങ്കിൽ ഓരോ സൊഫിലേക്ക് കയറി ആ ജമാഅത്തിൽ പങ്കെടുക്കാം മഗ്രിബായിക്കൊണ്ട് തന്നെ. എന്നിട്ട് മഗ്രിബ് പൂർത്തിയാക്കുന്നു. ഇത് ഒന്നുകിൽ സലാം വിട്ടുകയാണെങ്കിൽ ഇനി വേണമെങ്കിൽ ഇഷാവിന് ആ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കാം, വിരോധമില്ല. അതല്ല സലാം വിട്ടോളം ഇമാമിനെ കാത്തിക്കുകയാണെങ്കിൽ ഇമാമിനെ കൂടെ സലാം വിട്ടുന്നു, പിന്നീട് ഇഷാവിന് വേറെ നിസ്കരിക്കുന്നു, അതുമാവാം. വഖദ് അജ്മഅ അഹ്ലുൽ ഇൽമി അലാ അന്നഹു ലാ യൽസമുഹു ഖത്ഉ സ്വലാത്തിഹി അല്ലത്തി യഖ്ദിഹാ, ഖദാ വിട്ടുന്ന നിസ്കാരം മുറിക്കൽ നിർബന്ധമില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇജ്മാഉണ്ട്. ഹദീസ് പ്രകാരം ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ ഫർളല്ലാത്ത നിസ്കാരമില്ലായിരുന്നല്ലോ. അപ്പം ഇത് ഫർള് തന്നെയാണ്. അവിടെ ഈ ഫർള് മുറിക്കണോ? വേണ്ട, ഫർള് മുറിക്കൽ നിർബന്ധമില്ല എന്ന കാര്യത്തിൽ ഇജ്മാഉണ്ട്. ഇതെല്ലാം മുറിക്കൽ നല്ലതാണോ അല്ലേ, അത് മറ്റൊരു ചർച്ച. മുറിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. എന്നാൽ സുന്നത്തോ? അങ്ങനെയല്ല. നേരത്തെ ചർച്ച കണ്ടല്ലോ. അപ്പം സുന്നത്തിലാണ് ആ പറഞ്ഞത്. ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതായാലും ഖിലാഫില്ലാത്ത വിഷയം, ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ സുന്നത്ത് തുടങ്ങാൻ പാടില്ല, അത് തർക്കമില്ല. ഫർള് നിസ്കരിക്കുന്നുവെങ്കിൽ ആ ഫർള് മുറിക്കൽ നിർബന്ധമില്ല, അതിലും തർക്കമില്ല. ബാക്കിയുള്ളതൊക്കെ ഖിലാഫുള്ള വിഷയങ്ങളാണ്. അതിൽ പ്രബലമായ സുന്നത്താണ് എങ്കിൽ ആ സുന്നത്ത് പൂർത്തിയാക്കാനും സാവകാശമുണ്ടെങ്കിൽ സുന്നത്ത് അവൻ പൂർത്തിയാക്കട്ടെ. അതുകൊണ്ട് ഫർളിനെ ബാധിക്കുകയോ റക്അത്ത് നഷ്ടപ്പെടുകയോ ചെയ്യൂല എന്നാണെങ്കിൽ സുന്നത്ത് അവനെ പൂർത്തിയാക്കിയിട്ട് ഫർളിൽ വന്ന് ചേരാം. അതല്ല സുന്നത്ത് പൂർത്തിയാക്കുമ്പോഴേക്ക് റക്അത്ത് പോകും എന്നാണെങ്കിൽ ആ റക്അത്ത് പോക്കേണ്ടതില്ല, സുന്നത്ത് അവൻ മുറിക്കുക, എന്നിട്ട് ഫർളിൽ വന്ന് കൂടുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം. അതുകൊണ്ട് ആ മസ്അല കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പറഞ്ഞു, പള്ളിക്ക് പോകണത് പറഞ്ഞു, വാഹനത്തിൽ കയറുന്നത് പറഞ്ഞു, പള്ളി കയറുന്നത് പറഞ്ഞു, കയറുമ്പോൾ പ്രാർത്ഥന പറഞ്ഞു, അഥവ പറഞ്ഞു, കയറിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇഖാമത്ത് വിളിച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തു. ഇനി അൽ ഫസ്ലുൽ ഹാദി അശർ, 11ാമത്തെ അധ്യായം, അദബു വദിക്റുൽ ഖുറൂജ് മിനൽ മസ്ജിദി, പള്ളിയിൽ പുറത്ത് പോകുമ്പോഴുള്ള അദബുകളും ദിക്റുകളും. നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ചെയ്യണം. എനിക്ക് നിസ്കാരം വരും, അതിന് വിശദമായി ബാബായതുകൊണ്ടാണ് അത് അപ്പുറത്തേക്ക് വെച്ചത്. ചിലപ്പോൾ പള്ളി കയറിയല്ലോ, ഈ പള്ളി കയറി നിസ്കരിക്കലാണ്. പക്ഷെ അത് പറയാതെ പള്ളിയിൽ പുറത്ത് പോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. കാരണം മറ്റൊരു വിശദമായ
ചർച്ചകൾ വരുന്നുണ്ട്. 1611 യുസ്തഹബ്ബു ഇദാ ഖറജ മിനൽ മസ്ജിദി, പള്ളിന് പുറത്തിറങ്ങുകയാണെങ്കിൽ സുന്നത്താണ് അൻ യുഖദ്ദിമ റിജ്ലഹു അൽ യുസ്റാ, ഇവിടെ ഇടത്തേ കാലിലെ മുന്തിക്കൽ. പള്ളി കയറുമ്പോൾ വലത് കാല് പറഞ്ഞു, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചിറങ്ങുക. ലിഇജ്മാഇൽ ഉലമാഇ, പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട് അല അന്നൽ യുസ്റാ, ഇടതുകാല് യുബ്ദഉ ബിഹാ, അതുകൊണ്ട് തുടങ്ങപ്പെടണം ഫിൽ ഉമൂരിൽ മഫ്ളൂല, ഫദല് കുറഞ്ഞ കാര്യങ്ങളിൽ. ഫദലുള്ള കാര്യമാണെങ്കിൽ അത് വലത്തത് മുന്തിക്കുക, ഫദലില്ലാത്ത കാര്യമാണെങ്കിലോ ഇടത്തേതിനെ മുന്തിക്കുക. പള്ളിക്കാലിൽ ഫദലാണ്, അപ്പോൾ വലത്തേകാല്. പള്ളിക്ക് പോകലോ ഫദൽ അല്ലല്ലോ, അപ്പോൾ അത് ഇടത്തേകാലാണ് മുന്തിക്കേണ്ടത്. ഒമിന്ദാലിക്ക, ഈ ഫദലില്ലാത്ത കാര്യമാണല്ലോ അൽ ഖുറൂജ് മിനൽ മസാജിദി, പള്ളിന് പുറത്തു പോവുക എന്നത്. മഫ്ദൂൽ തന്നെ ഫദൽ ഇല്ലാത്ത, ഫാദിലിൻ്റെ ഓപ്പോസിറ്റ്. ഫാദില് മഫ്ദൂല്, കാത്തില് മഖ്തൂല് പോലെ. കാത്തില് കൊന്നാള്, മഖ്തൂല് മരിച്ചാള്, കൊല്ലപ്പെട്ടാള് എന്ന പോലെയാണ്. ഗാലിബ് മഗ്ലൂബ്, റാജിഹ് മർജൂഹ് എന്നൊക്കെ പോലെ ഫാദില് മഫ്ദൂല്. അപ്പോൾ ഒരു ഫദലുള്ളതുകൊണ്ട് ഒരു ഫദലില്ലാത്തതുണ്ട്. എങ്കിലും ഫദലുള്ളതിന് ഫാദിൽ പറയും, ഫദലില്ലാത്തതിന് മഫ്ദൂൽ. കാരണം അയാളെ മറികടന്ന് മറ്റൊരു ഫദലിട്ടീന്ന്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മഫ്ദൂലിൻ്റെ ഇമാമത്തും ഫാദിലിൻ്റെ ഇമാമത്തും. നമ്മൾ പറഞ്ഞല്ലോ ദൂരമുള്ള പള്ളിയും അടുത്തുള്ള പള്ളിയും ക്ലാസ് ചെയ്തപ്പോൾ അടുത്തുള്ള പള്ളിക്ക് മഫ്ദൂലാണ് ഇമാമക്കുന്നത്, ദൂരമുള്ള പള്ളിക്ക് ഫാദിലാണ് ഇമാമക്കുന്നത്. എങ്കിൽ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞല്ലോ, അതാണ് മഫ്ദൂല്. അപ്പോൾ ഒന്ന് ഫദലുള്ള ആള്, മറ്റേ ഫദൽ ഇല്ലാത്ത അതിനാണ് മഫ്ദൂൽ എന്ന് പറയുക. രണ്ടഭിപ്രായം വരുമ്പോൾ ഖിലാഫ് ഉണ്ടായാൽ റാജിഹായത് പറയും. ഒന്ന് റാജിഹ പ്രബലമായതാണ്, മറ്റേ അഭിപ്രായത്തിന് മർജൂഹ് എന്ന് പറയാം. പ്രാബല്യം നഷ്ടപ്പെട്ട, പ്രാബല്യം കിട്ടാതെ പോയത്. പ്രാബല്യം കിട്ടിയത് റാജിഹ്, കിട്ടാത്തത് മർജൂഹ്. അപ്പോൾ ഈ കൗല് മർജൂഹാണ് എന്ന് പറഞ്ഞാൽ അതല്ല പരിഗണിച്ചത് എന്നർത്ഥം. യുസ്തഹബ്ബു ഇൻദൽ ഖുറൂജ് മിനൽ മസ്ജിദി, പള്ളിയിൽ പുറത്തു പോകുമ്പോൾ സുന്നത്താണ് അൻ യഖൂല ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ ഫദ്ലിക ലി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അസ്സാബിഖി. നേരത്തെ പറഞ്ഞ ഫാത്തിമ അൻഹയുടെ ഹദീസ്, പള്ളി കയറുമ്പോൾ ദുആ പറഞ്ഞല്ലോ, ആ ഹദീസ് തന്നെയാണ് പള്ളിയിൽ ഇറങ്ങുമ്പോൾ ദുആയും പറഞ്ഞത്. അപ്പോൾ ആ ഹദീസാണ് ഇതിനും തെളിവ്. ഇനി ഫസ്ലുസ്സാനി അശർ, 12ാമത്തെ ഉപാധ്യായം. അദബു വദിക്റു ദുഖൂലിൽ മൻസിലി, വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള അദബും ദിക്റുകളും. എന്താ പറയാൻ കാരണം? പള്ളിക്ക് പോയാൽ പിന്നെ എടുക്കാൻ പോവുക, വീട്ടിലേക്കാണ്. അതാണ് പ്രത്യേകം അർത്ഥം. വീട്ടിലേക്ക് എപ്പോൾ കയറുമ്പോഴുള്ള അദബല്ല, അത് വേറെ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയി, നിസ്കാരം കഴിഞ്ഞ് പോയി എങ്കിൽ വീട്ടിൽ കയറുമ്പോൾ അയാൾ പാലിക്കേണ്ട കാര്യങ്ങൾ. യുസ്തഹബ്ബു സുന്നത്താണ് ഇൻദ ദുഖൂലിൽ മൻസിലി, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹാല റുജൂഇഹി മിനൽ മസ്ജിദി, പള്ളിയിൽ തിരിച്ചു വന്ന് വീട്ടിൽ കയറുകയാണെങ്കിൽ അൻ യുഖദ്ദിമ റിജ്ലഹുൽ യുസ്റാ, ഇടത്തുകാലിനെ മുന്തിക്കൽ. പള്ളിയിൽ നിന്ന് പോവുകയാണെങ്കിൽ, എപ്പോഴല്ല. അപ്പോൾ അത് വ്യത്യാസമുണ്ട് അർത്ഥം. സാധാരണ വീട്ടിൽ കയറുമ്പോൾ ഏത് മുന്തിക്കണം? അതിൽ രണ്ടഭിപ്രായം പഴയ കാലത്തുണ്ട്. ഒന്ന്, പ്രത്യേകിച്ച് അതിൽ സുന്നത്തൊന്നുമില്ല. കാരണം ഫദലുള്ളത് പറയുമ്പോൾ വലത്തെ മുന്തിക്കാൻ പറഞ്ഞു, ഫദലില്ലാത്ത പറയുമ്പോഴോ ഇടത്തനെ മുന്തിക്കാൻ പറഞ്ഞു. വീട്ടിൽ കയറി പ്രത്യേകിച്ച് ഫദലുള്ളതോ ഇല്ലാത്തോ ഒന്നുമല്ല, ഇബാദത്തിന്റെ ഭാഗമല്ല, സറൈൻ്റെ ഭാഗമല്ല, മുബാഹായ ഹലാലായ ഒരു കാര്യമാണ്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ അതൊന്നും പറഞ്ഞിട്ടില്ല. വലത്തതും ആകാം, എടുത്തതും ആകാം. എന്നാൽ ഇബാദത്തിന്റെ ഭാഗമായിട്ട് കയറലാണെങ്കിലോ വലത്തനെ മുന്തിക്കണം. ഇവിടെയോ, ഇവിടെ പള്ളിക്ക് തിരിച്ചു വരികയാണ്, അപ്പം മഫ്ദൂലായ കയറ്റമാണ്. ഇല്ല, ഇവിടെ മഫ്ദൂലായ കയറ്റമാണ് എങ്കിൽ മഫ്ദൂലിനെ എടുത്തത് എന്ന തത്വപ്രകാരമാണ് ഇവിടെ ഈ എടുത്തത് പറഞ്ഞത്. താഴെ നമ്പർ 3 കണ്ട ഖാലഫി ദലീൽ ഫാലിഹീൻ ലിതുറുഖി റിയാദിസ് സ്വാലിഹീൻ. ദലീൽ ഫാലിഹീൻ എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു, സകത അമ്മാ ലാ തക്റുമത ഫീഹി വലാ ഇഹാന. നബിതങ്ങൾ വലത്തേതിനെ മുന്തിക്കുന്ന സ്ഥലവും പറഞ്ഞു, ഇടത്തേതിനെ മുന്തിക്കുന്ന സ്ഥലവും പറഞ്ഞു. എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആദരവിൻ്റെ ഭാഗമായോ അനാദരവിൻ്റെ ഭാഗമായോ ഒന്നുമില്ലാത്തിടത്ത് നബിതങ്ങൾ മൗനം പാലിച്ചു. അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഏതുപോലെ
കദുഖൂലിൽ മൻസിലി വീട്ടിൽ പ്രവേശിക്കൽ പോലെ. വഖദ് ഇഖ്തലഫ ഫീഹി അതിൽ പണ്ഡിതന്മാർക്ക് ഖിലാഫുണ്ട്. ഫഖീല ഇന്നഹു ബിൽ യുംന ചിലർ പറഞ്ഞു അവിടെയും വലത്തേത് മുന്തിക്കണം. കാരണം എന്താണ്, അവിടെ പ്രത്യേകിച്ച് അനാദരിക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വലത്തേത് മുന്തിക്കുക. ചിലർ പറഞ്ഞു ഇടത്തേത് മുന്തിക്കുക, കാരണം എന്താ, ആദരിക്കാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കപ്പെട്ട സന്ദർഭമല്ലല്ലോ എന്നാണ്. ഖാദിൽ ഖർശി ഫീ ശർഹി മുഖ്തസർ ഖലീൽ മുഖ്തസർ ഖലീലിൽ ഇമാം ഖർശി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, വ അമ്മൽ മൻസിലു എന്നാൽ വീട് ഫയുഖദ്ദമു യുംനാഹു ദുഖൂലൻ വ ഖുറൂജൻ വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ വലത്തേതിനെ മുന്തിക്കണം. വീട്ടിൽ കയറുമ്പോഴും വലത്ത്, വീട്ടിൽ ഇറങ്ങുമ്പോഴും വലത്തേത്. ഇല്ല അതാ വല ഇബാദ അത് അവിടെ ഇബാദത്തുമില്ല അതയുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വലത്തേതിനെ മുന്തിക്കുക. എന്നാൽ പള്ളിയിൽ നിന്ന് മടങ്ങി വരുമ്പോഴോ അതോട് ഇബാദത്തിന് മടങ്ങി വരില്ലാണല്ലോ, ആ നിലയ്ക്ക് ഇടത്തേതിനെ മുന്തിക്കൽ റാജിഹായി മാറും. അതൊക്കെ പിന്നെ വേറെ വകുപ്പ് മാറിയപ്പോൾ വകുപ്പ് മാറി. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പള്ളിക്ക് വരുമ്പോൾ പറഞ്ഞു, എന്താ പറയുക, പള്ളിക്ക് നിന്ന് പുറപ്പെട്ട് നേരെ വീട്ടിലേക്കും പോവുകയാണെങ്കിൽ ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ബാത്റൂമിൽ കയറുമ്പോൾ പാലിക്കണം, ബാത്റൂമിൽ കയറുമ്പോൾ പാലിക്കണം. ഇനി വേറെ പള്ളിക്ക് കയറുന്നെങ്കിലോ ആ പള്ളി കയറുമ്പോൾ പാലിക്കണം. ഏതായാലും അങ്ങനെ ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഉള്ള വിഷയം. ഒക്കെ ന്യായങ്ങൾ പറയാം. ആ നിയ്യത്തിലാണ് പോണത് എങ്കിൽ അത് ഫാദിലാണ് എന്ന് വേണമെങ്കിലൊക്കെ ന്യായം. ഏതായാലും പ്രത്യേകിച്ച് അതിൽ അധ്യാപനമില്ല. വീട്ടിൽ കയറുമ്പോഴോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഇന്ന് മുന്തിക്കുന്ന പ്രത്യേകിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ന്യായങ്ങളാണ് അതിന് ഉള്ളത്. ഇടത്തതിനെ മുന്തിക്കാൻ പറഞ്ഞത് എന്താണ്, ഫദലുള്ളോർത്ത്. ഇടത്തതിനെ മുന്തിക്കാൻ പറഞ്ഞതോ ഫദലില്ലാത്തടത്ത്. അപ്പം അതിൽ ഏതു ന്യായം ഇവിടെ മുന്തിക്കണം? ഇവിടെ ഇത് പറയാൻ കാരണം അവിടെ ഇബാദത്തിൽ നിന്ന് മടങ്ങി വരികയാണല്ലോ. അപ്പം ഇബാദത്തേക്ക് പോകലാണ് ഫദൽ, ഇബാദത്തിൽ നിന്ന് മടങ്ങലോ അതിനപേക്ഷിച്ച് ഫദൽ ഇല്ലാത്ത പണിയാണ്. ആ നിലക്കാണ് പറഞ്ഞത്. ഇതൊരു ഗണ്യമായ അഭിപ്രായമൊന്നും അല്ല. അല്ലാഹു അഅലം. എന്തുകൊണ്ട് എടുത്തതിനെ മുന്തിക്കണം? പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ട് അലാ അന്നൽ യുസ്റ ഇടത്തേക്കാൾ യുബ്ദഉ ബിഹാ ഫിൽ ഉമൂരിൽ മഫ്ദൂല മഫ്ദൂലായ കാര്യമാണെങ്കിൽ എടുത്തുകൊണ്ട് മുന്തിക്കണമെന്നുണ്ട്. വമിൻ ദാലിക ആ മഫ്ദൂലപ്പെട്ടതാണല്ലോ ദുഖൂലുൽ മൻസിലി വീട്ടിൽ പ്രവേശിക്കൽ ഹാല റുജൂഇ മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്ന അവസ്ഥയിൽ വീട്ടിൽ പ്രവേശിക്കുക എന്നുള്ളത് മഫ്ദൂലാണല്ലോ. അപ്പം ആ ന്യായം വെച്ചുകൊണ്ടാണ് പറഞ്ഞവർ അത് പറഞ്ഞിട്ടുള്ളത്. 1614 യുസ്തഹബ്ബു സുന്നത്താണ് ഇൻദ ദുഖൂലിൽ മൻസിലി വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അൻ യഖൂൽ അവൻ പറയൽ ബിസ്മില്ലാഹ് എന്ന് പറയണം. വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറേണ്ടത്. ലിമാ റവാ മുസ്ലിമുൻ അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ ബിസ്മി ചൊല്ലാൻ തെളിവെന്ത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ ജാബിർ അബ്ദുല്ലയിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു അന്നഹു സമിഅ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അദ്ദേഹം കേട്ടു. എന്ത് പറയുന്നു? ഇദാ ദഖല റജുലു ബൈതഹു ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വ ഇൻദ തുആമിഹി വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അല്ലാഹുവിനെ സ്മരിച്ചു എങ്കിൽ ഖാല ശൈത്വാൻ പിശാച് പറയും ലാ മബീത ലക്കും വലാ അശാഅ നിങ്ങൾക്കിവിടെ രാത്രി താമസിക്കാൻ ഇടമില്ല, നിങ്ങൾക്കിവിടെ രാത്രി ഭക്ഷണവുമില്ല എന്ന് പിശാചുക്കൾ തമ്മിൽ പറയും. വൈദാ ദഖല ഇനി ഒരാൾ പ്രവേശിച്ചു വീട്ടിലേക്ക് ഫലം യദ്കുരില്ലാഹ അല്ലാഹുവിനെ സ്മരിച്ചില്ല ഇൻദ ദുഖൂലിഹി വീട്ടിൽ കയറുമ്പോൾ എങ്കിൽ ഖാല ശൈത്വാൻ പറയും അദ്റക്തുമുൽ മബീത് നിങ്ങൾക്കിതാ താമസിക്കാൻ ഇടം കിട്ടിയിരിക്കുന്നു. വൈദാ ലം യദ്കുരില്ലാഹ ഇൻദ തുആമിഹി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലില്ലെങ്കിലോ ഖാല പിശാച് പറയും അദ്റക്തുമുൽ മബീത വൽ അശാ താമസിക്കാൻ ഇടം കിട്ടി ഭക്ഷണവും കിട്ടിയിരിക്കുന്നു എന്ന് ശൈത്താൻ പറയും. അപ്പോൾ അള്ളാഹുവിനെ നാമസ്മരിക്കുന്നതിൻ്റെ ബറക്കത്താണത്. ബിസ്മില്ലയുടെ പവറാണ്, ബറക്കത്താണ്. ബിസ്മി ചൊല്ലി വിട്ട് കയറിയാൽ പിശാചിന് ആ വിട്ട് കയറൂല. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിഞ്ഞാൽ പിശാച് കൂടുകയില്ല. ബിസ്മി ചൊല്ലി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിശാച് അവിടെ ഇടപെടുകയില്ല. ബിസ്മി ചെല്ലാതെ വിട്ട് കയറുമ്പോഴോ മറ്റേ ശൈത്താൻ പറയും
നമുക്ക് എടുക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ അവൻ്റെ കൂടെ പിശാച്ചും കൂടി രാത്രി അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ കയറി കൂടും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിൽ എന്നില്ലെങ്കിൽ പിശാച്ച് പറയും നമുക്ക് കൂടെ കഴിക്കാം, നമുക്ക് ഭക്ഷണം കിട്ടി. അപ്പോൾ അള്ളാഹനെ സ്മരിക്കാത്തടത്തൊക്കെ അവൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നർത്ഥം. പിശാച്ച് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റും അതിൻ്റെ രീതിയും വ്യത്യാസം ഉണ്ടാവാം. പിശാച്ചിന് ഭക്ഷണമുണ്ട്, മനുഷ്യന്മാർക്കും ഭക്ഷണമുണ്ട്. അപ്പം മനുഷ്യൻ ബിസ്മിച്ചല്ലാതെ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ ബിസ്മിച്ചല്ലാതെ അറുക്കുന്ന മാംസം, അതിലൊക്കെ പിശാച്ചും ഇടപെടും എന്ന ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ മുസ്ലിമീങ്ങളായ ജിന്നുകളും കാഫിറായ ജിന്നുകളും ഒക്കെ അതിലുള്ള വ്യത്യാസങ്ങൾ ചില ഹദീസിൽ സൂചനകൾ കാണാൻ കഴിയും. കാരണം അവരുടെ വാസസ്ഥലം ഭൂമി തന്നെയാണ്. ജിന്നുകളുടെ ശൈത്താന്മാരുടെ വാസസ്ഥലം ഈ ഭൂമിയാണ്. ഈ ഭൂമിയിൽ അവർക്ക് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. മാളങ്ങൾ അവിടെ കേന്ദ്രങ്ങളാണ്, വിജനമായ സ്ഥലങ്ങൾ അവിടെ കേന്ദ്രങ്ങളാണ്. അതേപോലെ അള്ളാഹുവിന്റെ നാമം സ്മരിക്കാത്ത ഇടങ്ങൾ അവിടെ അവരുടെ കേന്ദ്രങ്ങളാണ്, പിശാചുക്കളുടെ. അതാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ വാതെടുക്കുമ്പോൾ ബിസ്മില്ല അടക്കുക, പാത്രം മൂടുമ്പോൾ ബിസ്മില്ല പാത്രം മൂടുക എന്നൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. അതിനൊക്കെ ചില ആൾക്കാർ പരിഹസിച്ചു, എന്താ വാതിലടിച്ചാലും അപ്പുറത്തെ ഓട്ടക്കൂടി കയറി തേച്ചാണ്ട്. ഇത് വാതിലിൻ്റെ ഊക്കൊണ്ടല്ല കയറാത്തത്. അതാണ് അത് ചോദിച്ചത്. അപ്പുറത്ത് എയർ ഹോൾ ഉണ്ടാവൂലേ, അപ്പം അതിൽക്കൂടി കയറൂലേന്ന്. ഇത് വാതിലിൻ്റെ ഊക്കൊണ്ടല്ല പോകാൻ കയറാത്തത്, അള്ളാഹുവിന്റെ നാമത്തിൻ്റെ ബറക്കത്താണ്. ഇമാം തൊബിലേക്ക് പറഞ്ഞ് കാണാം, ബിസ്മിയുടെ ബറക്കത്താണത്. ബിസ്മില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ആ ബിസ്മിക്ക് അള്ളാഹുവിന്റെ നാമത്തിനൊരു പവറുണ്ട്. ആ ബറക്കത്ത് കൊണ്ടാണ് പിന്നെ ബിസ്മി ചൊല്ലി അടിച്ച വാതിൽ പിന്നെ ശൈത്താന് തുറക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതൊക്കെ. ഇനി മറ്റൊരു ചർച്ച, യുസ്തഹബ്ബു അല്ലാ യസീദ ഇൻദ ദുഖൂലിൽ മൻസിലി. വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലയോടൊപ്പം ഈ പ്രാർത്ഥനകൾ അല്ലാഹുമ്മ യസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി എന്ന് പറയുന്ന ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഖറജന വലല്ലാഹി റബ്ബിന തവക്കൽന എന്നുകൂടി പറയൽ സുന്നത്തുണ്ടോ? ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദമി സുബൂത്തി ഹാദിഹി സിയാദത്തി, ഈ സിയാദത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. അത് പഴയകാലം മുതൽ അഭിപ്രത്യാസമുള്ള വിഷയമാണ്. ഈ പ്രാർത്ഥനയിൽ ഈ ഭാഗം കൂടി റിവായത്തുണ്ട്. ആ ഭാഗം സ്വഹിയാണോ സ്വഹിയല്ലേ എന്നുള്ളത് ആദ്യകാലം മുതൽ തന്നെ പണ്ഡിതന്മാർക്ക് രണ്ട് വീക്ഷണങ്ങൾ ഉണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ ആ ഭാഗം സ്വഹിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ സ്വഹിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രന്ഥകർത്താവ് ഇത് സ്വഹിയല്ല എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ ഷെയ്ഖ് അൽബാനി അടക്കുമ്പോൾ സ്വഹിയാണ് എന്ന അഭിപ്രായം പറഞ്ഞത് കാണാൻ കഴിയുന്നുമുണ്ട്. അതുകൊണ്ട് ഒരാൾ ചൊല്ലിയാൽ അത് ബിദഅത്താന്ന് പറയാൻ കഴിയില്ല. ഈ റിവായത്ത് വന്നത് കൊണ്ടും സ്വഹിയാണ് എന്ന ചർച്ചകൾ പണ്ഡിതന്മാർക്കിടെ ഉള്ളത് കൊണ്ടും ഒരാൾക്ക് അങ്ങനെ കൂടുതൽ ബോധ്യപ്പെടുകയും അത് പ്രകാരം അമൽ ചെയ്യുകയും ചെയ്താൽ അത് ബിദഅത്തെന്ന് പറയാൻ പറ്റുകയില്ല. എന്നാൽ സ്വഹി അല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും അതേപോലെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അടക്കം ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. സ്വഹിയായ സനദാണ് എന്ന്. അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ബോധ്യം അനുസരിച്ച് വരും. ഹദീസ് പണ്ഡിതന്മാരെ ഇസ്തിലാഹകളാണ്. അതിൽ ചിലരുടെ ഇസ്തിലാഹ പ്രകാരം ദഈഫായി മാറും, അതന്നെ വേറൊരു ഇസ്തിലാഹ പ്രകാരം സ്വഹിയായി മാറുകയും ചെയ്യും. അത് ചില റാവിമാരെ സ്വീകരിക്കുന്നിടത്തുള്ള വീക്ഷണ വ്യത്യാസമാണ്. ഇപ്പം ഈ ഹദീസിലെ പ്രശ്നം താഴെ കൊടുത്തു കാണാൻ പറ്റും. അബൂ മാലിക്കുൽ അശ്അരി എന്ന് പറയുന്ന റാവിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ അബൂ മാലിക്കുൽ അശ്അരി സാധാരണ ഹദീസ് മുർസലാക്കുന്ന റാവിയാണ്. ഇർസാൽ ചെയ്യാനായത് തൊട്ട് മേലത്താളെ പറയാതെ അതിന് മേലത്താളെ പറയാം, അതിനാണ് മുർസലേ. തൊട്ട് മേലുള്ള ആളെ പറയാതെ അതിന് മേലുള്ള ആളിൽ നിന്ന് ഉദ്ധരിക്കും, അതിനാണ് മുർസൽ എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു എന്നറിയപ്പെട്ട ആളാണ് അബൂ മാലിക്കുൽ അശ്അരി എന്ന് പറയുന്ന റാവി. അതുകൊണ്ട് അത്തരം റാവിമാരുടെ ഹദീസ് നിരുപാധികം തള്ളൂല, നിരുപാധികം കൊള്ളുകയുമില്ല. നിരുപാധികം തള്ളൂല, നിരുപാധികം കൊള്ളുകയുമില്ല. അവർ ഇത് കൃത്യമായി കേട്ടു എന്ന് ബോധ്യപ്പെട്ട റിവായത്താണെങ്കിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ റാവിമാർ റിപ്പോർട്ട് ചെയ്യുന്നിടത്താണ് ഈ ചർച്ചകൾ വരിക. അതേപോലെ വ്യത്യസ്ത ത്വരീഖിൽ വരും. ചിലപ്പോൾ ഒരു സനദിൽ ഈ റാവി ഉണ്ടാവും, വേറെ സനദിലൂടെ വരും. അവിടെ ഒരു പക്ഷം നയിക്കുന്നതിന് ഞാൻ കേട്ടു തന്നെ പറയും. അപ്പോൾ ഈ പ്രശ്നം പ്രചരിക്കപ്പെടും. അല്ലെങ്കിൽ വ്യത്യസ്തമായ വഴി വരും. അതിൽ ഒരു വഴി കൊണ്ട് മറ്റൊരു വഴിക്ക് ബലം കിട്ടും. ബലം കിട്ടുന്നുണ്ട്, ബലം കിട്ടാത്തതുണ്ട്, ഉള്ള ബലം കൂടി കുറയുന്നതുണ്ട്. അത് എല്ലാ വ്യത്യസ്ത വഴികളും ബലം നൽകുന്നതല്ല. ഒരു ഹദീസ് 4 രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ട് 4 സനദിൽ ഉദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ചിലതിൽ താങ്ങാൻ നിൽക്കുന്ന രംഗമുണ്ട്, ചിലതിന് ബലം കൊടുക്കാത്തതുണ്ട്, ചിലതിൻ്റെ ബലത്തെ കുറക്കുന്നതുണ്ട്.
നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു വ്യാജനായ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ഹദീസ് പോട്ടെ, മറ്റു വിഷയത്തിൽ നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാൾ നമ്മളൊരു കാര്യം പറഞ്ഞു, ഓൻ പറഞ്ഞപ്പോൾ നമുക്കൊരു വിശ്വാസം പോരാ, അപ്പോൾ ഓനേക്കാളും വലിയ കള്ളം പറഞ്ഞു, ഓൻ പറഞ്ഞത് ശരിയാണ് പറഞ്ഞു. അപ്പം നമ്മളെന്താ മനസ്സിലാക്കുക? അപ്പം ഏതായാലും ഉറപ്പായി ഇത് ഏതായാലും ശരിയല്ലാന്ന്. കാരണം മറ്റോം സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഉള്ള വിശ്വാസം കൂടി നഷ്ടപ്പെടുകയുള്ളൂ. അതാണ് ചിലത് യുക്കഫി ബഅ്ദുഹാ ബഅ്ദ, ചിലതിന് ശക്തി നൽകും, ചിലതാവട്ടെ യൂഹിനു ബഅ്ദുഹാ ബഅ്ദ, ചിലതിൻ്റെ ശക്തിയെ കുറക്കും എന്നാണ്. അപ്പം അങ്ങനെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക. അപ്പോൾ അത് ഹദീസ് പണ്ഡിതന്മാർ ലോകത്തുള്ള ചർച്ചയാണ്. അതുകൊണ്ട് അത് ഓരോ മുഹദ്ദിസീങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ട പ്രകാരം പറയും. അവിടെ കൂടുതൽ ശരി അല്ലെങ്കിൽ കൂടുതൽ ന്യായത്തോട് യോജിക്കുന്ന ഏത് അതെടുക്കലാണ് അവിടെയുള്ള ന്യായം നമുക്കൊക്കെ. പൊതുവേ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇത് സ്വീകരിച്ചു പോകുന്ന റിവായത്താണ്. ചിലർക്ക് വഴീഫ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇത് സ്വഹീഹാണ് എന്ന അഭിപ്രായം പറയുകയും അങ്ങനെ സ്വീകരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അഅലം. പിന്നെ അതോടെ ആ ഭാഗം അവിടെ അവസാനിച്ചു. ഇനി ബാബു സിഫത്തി സ്വലാ, ഇനി അടുത്ത ബാബിലേക്ക് കിടക്കണം. സിഫത്തു സ്വലാ, നിസ്കാരത്തിൻ്റെ രൂപം. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്ന വരെ ഉള്ള നിസ്കാരം, നബിയുടെ നിസ്കാരം എങ്ങനെയാണ് എന്ന് വിശദമായി ചർച്ച ചെയ്യുന്ന ബാബാണ് ഇനിയുള്ള വിശാലമായ അധ്യായം സിഫത്തു സ്വലാ. ഈ ഏതാണ്ട് ഈ ഒരു വാളും മുക്കാഭാഗം ഇനി അത് തന്നെയാണ്. അൽ ഫസ്ൽ അവൽ മുനാസബത്തുൽ ബാബി വ മുഹ്തവാഹു. ഈ ബാബ് ഇവിടെ കൊടുത്തതിൻ്റെ സാങ്കത്യം എന്താണ്? തൊട്ടുമുമ്പ് ചർച്ചയ്ക്ക് ശേഷം ഇനി എന്തുകൊണ്ടാണ് ഇവിടെ, അപ്പോൾ ഓരോന്നിനും അദ്ദേഹം പറയും, ഓരോ ബാബ് പറയുമ്പോഴും എന്തുകൊണ്ട് ഈ ബാബ് ഇവിടെ പറഞ്ഞു എന്നത്. വ മുഹ്തവാഹു, ഇതിൻ്റെ ഉള്ളടക്കവും. 1616 മുനാസബത്ത് ദിക്രി ഹാദൽ ബാബി ഹുന, ഈ അധ്യായം ഇവിടെ പറഞ്ഞതിൻ്റെ സാങ്കത്യം അന്നഹു ബഅദ ദിക്രി ശുറൂത്തി സ്വലാത്തി അല്ലത്തി തസ്ബീഖുഹാ, നിസ്കാരത്തെ ഷർത്തുകൾ പറഞ്ഞല്ലോ. സുമ്മ ദിക്രി അദാനി വൽ ഇഖാമ, അത് കഴിഞ്ഞിട്ട് ബാങ്കും ഇഖാമത്തും പറഞ്ഞു. അല്ലദൈനി യസ്ബിഖാനി സ്വലാത്ത് ഐദൻ, അതും നിസ്കാരത്തിന് മുമ്പ് സംഭവിക്കുന്നതാണ്. ഷർത്ത് നിസ്കാരത്തിന് മുമ്പ് ഉണ്ടാവും. പിന്നെ ബാങ്കും ഇഖാമത്തും പറഞ്ഞു, അതും അതിന് മുമ്പാണ്. സുമ്മ ദിക്രി മസ്ജിദിൽ മസ്ജിദി, പിന്നെ പള്ളിക്ക് പോകൽ പറഞ്ഞു, ലിഅദാഇ സ്വലാ, നിസ്കാരം നിർവഹിക്കാൻ. ഇതൊക്കെ പറഞ്ഞപ്പോൾ നാസബ, അനുയോജ്യമാണ് അൻയുഷ്അ ഫീ ദിക്രി സിഫത്തിഹാ, ഇനി എങ്ങനെ നിസ്കരിക്കണം എന്ന് പറയണം. ഷർത്തുകൾ പറഞ്ഞു, അവിടുത്തെ മടക്കൽ, സമയമാകൽ, തൊഹാടത്തൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ബാങ്കും ഇഖാമത്തും പറഞ്ഞു. എന്നിട്ട് പിന്നെ പള്ളിക്ക് പുറപ്പെടൽ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങൽ പറഞ്ഞു, പള്ളിയിൽ പോകൽ പറഞ്ഞു, പള്ളിയിൽ കയറൽ പറഞ്ഞു, കയറുമ്പോൾ ദിക്റുകൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്താ ചെയ്യേണ്ടത്? നിസ്കരിക്കാം. അതുകൊണ്ട് ആ നിസ്കാരമാണ് ഇനി അവിടെ പറയേണ്ടത്. ഈ കാര്യങ്ങളുടെ പിറകെ തൊട്ടുടനെ വരുന്ന കാര്യമാണല്ലോ നിസ്കാരം എന്നുള്ളത്. ഈ ബാബിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിന്റെ രൂപം. ബിദായത്തൻ മിന ദുഖൂലി ഫീഹാ ബിതക്ബീറത്തുൽ ഇഹ്റാം ഇലൽ ഖുറൂജ് മിൻഹാ ബിസ്സലാം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിക്കൽ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് നിസ്കാരത്തിൽ അവസാനിക്കുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബാബിൽ ചർച്ചയിൽ വരും. അൽ ഫസ്ലു സാനി തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം 1618. ഇദാ ഖാമൽ മുസല്ലി ഇല സ്വലാ, നിസ്കരിക്കുന്നവൻ നിസ്കരിക്കാൻ നിന്നാൽ ഖാല, അവൻ പറയണം അല്ലാഹു അക്ബർ എന്ന് പറയണം. ലിഅന്ന ഹാദാ ഹുവ സാബിതു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിഹി വഫിഅലിഹി, നബിയുടെ ഖൗല് കൊണ്ടും ഫിഅല് കൊണ്ടും സ്ഥിരപ്പെട്ടു വന്നത് ഇതാകുന്നു. ഈ നിസ്കാരം ആരംഭിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. അത് പിന്നെ ഫിഅലാണ്. അത് പറയുകയും ചെയ്തു നബി, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പം നബിയുടെ ഖൗല് കൊണ്ടും ഫിഅല് കൊണ്ടും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് അല്ലാഹു അക്ബർ എന്നാകുന്നു. അതെ, തക്ബീറത്തുൽ ഇഹ്റാം, അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. ശേഷം വരുന്നുണ്ട്, ആ പേരെന്തുകൊണ്ട് വന്നു എന്നുള്ളത് ശേഷം വരും. ഇനി മൻ ഹർറഫ ഫീ ലഫ്ദി ഹാദിഹി തക്ബീറ, മൻ ഹർറഫ, ആരെങ്കിലും മാറ്റം വരുത്തിയാൽ
ഫീ ലഫ്ളി ഹാദിഹി തക്ബീറ, ഈ തക്ബീറത്തിന്റെ പദത്തിൽ മാറ്റം വരുത്തിയാൽ തഹരീഫൻ യുഹില്ലു ബിൽ മഅന, അർത്ഥത്തിൽ മാറ്റം വരുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം ഉൾപ്പെടുത്തി എങ്കിൽ ലം തസിഹ മിൻഹു, സ്വഹിയാവുകയില്ല. കൈ യമുദ്ദ ഹംസത അല്ലാഹ്, അല്ലാഹ് എന്നതിന് ഹംസ എന്നിട്ടും ആള് അല്ലാഹു അക്ബർ എന്നാണ് അർത്ഥം മാറി. അല്ലാഹു അക്ബർ അർത്ഥം എന്താണ്? അല്ലാഹു അക്ബർ ആണോ എന്നാ. അപ്പൊ അങ്ങനത്തെ അർത്ഥത്തിൽ തന്നെ മാറ്റുന്ന ഒരു തിരുത്ത്, ഒരു മാറ്റം വന്നാൽ ഔ യഖൂൽ അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അക്ബർ എന്ന് പറയാതെ അക്ബാർ എന്ന് പറഞ്ഞു. ചെണ്ടക്കാണ് അക്ബാർ എന്നറിയാം, തബല. അതിനാ ശരിക്ക് അക്ബാർ, ഖബർ എന്നൊരു ബഹുജനമാണ് അക്ബാർ, ചെണ്ട എന്നാ പറയാം. അപ്പൊ അല്ലാഹു അക്ബാർ എന്ന് പറഞ്ഞാൽ അല്ലാഹു ചെണ്ടയാകുന്നു അർത്ഥം വരും. എഴുതുമില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ അർത്ഥം മാറുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം അക്ഷരത്തിൽ വരുത്തി കഴിഞ്ഞാൽ സ്വഹിയാവുകയില്ല. അപ്പോൾ തക്ബീർ ചൊല്ലിയിട്ടില്ല എന്ന് പറയാം. അവിടെ ചെല്ലാൻ പറഞ്ഞ എന്താണ്? അല്ലാഹു അക്ബർ എന്നാണ്. അതൊന്നും ചൊല്ലിക്കണോ? ഇല്ല. അതുകൊണ്ട് അത് തക്ബീറത്തുൽ ഇഹ്റാമായിട്ട് പരിഗണിക്കുകയുമില്ല. ഇസ്രായേലിൽ അല്ലാഹ് ശപിച്ചല്ലോ, ഹിത്വ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഹിന്ദ എന്നു ഒരക്ഷരം കൂട്ടിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞല്ലോ, ഹിത്വ എന്ന് പറയാൻ പറഞ്ഞു. ഒരക്ഷരം കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ അല്ലാഹ് പറഞ്ഞ എന്താണ്? പറയാൻ പറഞ്ഞ വാക്കല്ലാത്ത വേറെ വാക്ക് പറഞ്ഞതാണ്. ഹിത്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവെ പുറത്തു തരണേന്നാണ്. അല്ലാഹു മഗ്ഫിർ ലനാ എന്ന് ഓരോ ഭാഷയിൽ അല്ലാഹു മഗ്ഫിർ ലനാ അർത്ഥമാണ് ഹിത്വ എന്ന് പറഞ്ഞാൽ. ഹിന്ദു എന്ന് പറഞ്ഞാലോ ഗോതമ്പം തരണേന്നാണ്. പുറത്തു തരണേന്ന് പറയാൻ പറഞ്ഞ സ്ഥലത്ത് ഗോതമ്പ് തരണേന്ന് അർത്ഥം പറഞ്ഞു. അല്ലാഹു ഒരാക്ഷേപിച്ചു, ഒരു പറഞ്ഞ വാക്കല്ല അവർ പറഞ്ഞ മറ്റൊരു വാക്കാണ് അവർ പകരം പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം എന്ന പോലെ ഒരു അക്ഷരം, ഇപ്പോൾ അക്ഷരം മാറിയാൽ മൊത്തം മാറും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു അക്ഷരം മാറിയാൽ ആശയം മാറും. അപ്പം എല്ലാ എന്താ പോലെ ഒരു അക്ഷരത്തിനാണോ ഇസ്ലാം എന്ന് ചോദിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചില അക്ഷരത്തിൽ ഇസ്ലാമും കുഫറും തമ്മിൽ വേർതിരിയുന്ന ചില അക്ഷരങ്ങൾ ഉണ്ടാകും. അതങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും ഉണ്ടാവില്ല. അതവിടെ പറഞ്ഞ അർത്ഥം മാറുന്ന രൂപത്തിലുള്ള മാറ്റം അതിൻ്റെ ഹർഫുകളിൽ വന്നു കഴിഞ്ഞാൽ സ്വഹിയാവുകയില്ല. 1620 മൻ ഖാല ഫീ ഹാദിഹി തക്ബീറ, ഇനി ഈ തക്ബീറത്തിൽ ഒരാൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? അല്ലാഹുൽ അക്ബർ എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അല്ലാഹുൽ അക്ബർ എന്നൊരാൾ പറഞ്ഞു എങ്കിൽ ലം തജ്സുഹു, അത് മതിയാവുകയില്ല. ലിഹദീസി തഹരീമുഹാ അത്തക്ബീർ, ഹദീസിൽ വന്നു നിസ്കാരത്തെ പറ്റി പറഞ്ഞ നബിതങ്ങൾ പറഞ്ഞു തഹരീമുഹാ അത്തക്ബീർ, ആ നിസ്കാരത്തിൽ പ്രവേശിക്കൽ അത് തക്ബീർ കൊണ്ടാകുന്നു. അത്തക്ബീർ എന്നാ പറഞ്ഞത്. ഫൽ അലിഫ് വല്ലാമു ഫീ ലഫ്ദി അത്തക്ബീർ ലിൽ അഹദി, തഹരീമുഹാ അത്തക്ബീർ എന്ന് പറഞ്ഞല്ലോ. അത്തക്ബീർ ആ തക്ബീർ ആകുന്നു. അപ്പൊ എന്താണ് ആ തക്ബീർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അൽ എന്ന് അത്തക്ബീർ എന്ന അലിഫ്ലാം അഹദിന്റെ അലിഫ്ലാമാണ്. അഹദിന്റെ അലിഫ്ലാം എന്ന് പറഞ്ഞാൽ നേരത്തെ പരിചയമുള്ള തക്ബീർ എന്നർത്ഥം. തഹരീമുഹ തക്ബീർ എന്ന് പറയാതെ തഹരീമുഹ അത്തക്ബീർ എന്നാണ് ഹദീസിൽ വന്നത്. അത്തക്ബീർ എന്ന അലിഫ്ലാം ഇട്ട് പറയുമ്പോൾ ആ അലിഫ്ലാം അഹദിന്റെ അലിഫ്ലാം എന്ന് പറയും. അഥവാ കണ്ടും കേട്ടും അറിഞ്ഞും പരിചയമുള്ള ഒരു തക്ബീറിനെയാണ് ഇവിടെ നബിതങ്ങൾ ഉദ്ദേശിച്ചത് എന്നർത്ഥം. ഏതെങ്കിലും തക്ബീറായാൽ പോരാന്ന്. അല്ലാഹു അക്ബർ, നബിയുടെ നിസ്കാരത്തിൽ പതിവുള്ള അറിയപ്പെട്ട തക്ബീർ ഏതാണ്? അല്ലാഹു അക്ബർ ആണ്. ഫലാ തസിഹു സ്വലാത്തു ഇല്ലാ ബിഹാദൽ ലഫ്ദി, അവിടെ ആ ലഫ്ദ് കൊണ്ടല്ല നിസ്കാരം സ്വഹിയാവുകയില്ല. അപ്പം അല്ലാഹു അക്ബർ എന്ന് തന്നെ അവൻ പറയണം. അതിൽ മാറ്റം വന്നാൽ ആ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലോ അല്ലാഹു അൽ അക്ബർ എന്ന് പറഞ്ഞാലോ അത് നബിതങ്ങൾ പഠിപ്പിച്ച തക്ബീറിന്റെ രൂപമല്ല. അതുകൊണ്ട് അതല്ലാത്ത രൂപത്തിൽ ചെയ്താൽ അതൊട്ട് സ്വീകാര്യവും അല്ല. ഇനി 1621 വസുമ്മിയത്ത് ഹാദിഹി തക്ബീറ, ഈ തക്ബീറിന് പേര് വെക്കപ്പെട്ടത് ബിഹാദൽ ഇസ്മി, ഈ പേര് പറയാൻ കാരണം ഏത് പേര്? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞല്ലോ. ഇഹ്റാം എന്താണ്? ഹറാമാക്കൽ എന്നാണല്ലോ. ഇഹ്റാം ഹറാമാക്കൽ എന്നാണ്. എന്താ ആ പേര് വരാൻ കാരണം? ലിഅന്നഹു യഹ്റുമു ബിഹാ
കുല്ലു മാ കാന മുബാഹൻ ഖാരിജ സ്വലാത്തി. കാരണം നിസ്കാരത്തിന് പുറത്ത് ഹലാലായ എല്ലാ കാര്യവും ഈ തക്ബീറോട് കൂടി ഹറാമായി മാറി. അതുവരെ ഭക്ഷണം കഴിക്കാം, ഈ തക്ബീറോട് ചൊല്ലിയാലോ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുവരെ വെള്ളം കുടിക്കാം, സംസാരിക്കാം, ചിരിക്കാം, നടക്കാം, ഇരിക്കാം, ഓടാം, അതൊക്കെ ഈ തക്ബീറോട് കൂടി ഹറാമായി. അതാ ഈ ഹറാം. അതുവരെ ഹലാലായ പലതിനെയും ഈ തക്ബീർ ഹറാമാക്കുന്നു. അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞത്. ഫലാ യജൂസു ഫീഹാ, പിന്നെ ജായിസാവുകയില്ല, ഇല്ലാ മാ വറദ മാ യദുല്ലു അലാ ജവാസിഹി ഫീഹാ. പിന്നെ എന്തൊക്കെ ചെയ്യൽ ജായിസാണെന്ന് ഹദീസിൽ വന്നോ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ പിന്നെ ദുആ ഇഫ്തിതാഹ് പറ്റും, ഫാത്തിഹ പറ്റും. അപ്പോൾ അതും വർത്താനം ചോദിച്ചാലോ അത് ചൊല്ലാൻ ഹദീസ് പറഞ്ഞു. അപ്പം അങ്ങനെ പാടുള്ളതായി പറഞ്ഞത് മാത്രമേ പിന്നെ ചെയ്യാൻ അനുവാദമുള്ളൂ. ഇനി 1622 ഫൈദാ അഹ്റമൽ മുസല്ലി, നിസ്കരിക്കുന്ന ആൾ ഇഹ്റാം ചെയ്താൽ ബിതക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ഇഹ്റാം ചെയ്താൽ ഫഖദ് ഇൻഅഖദത് സ്വലാത്തുഹു, ആ നിസ്കാരം സ്വഹിയായി, വദഖല ഫീഹാ, അവൻ നിസ്കാരത്തിൽ പ്രവേശിച്ചു എന്ന് പറയാം. തക്ബീറത്തുൽ ഇഹ്റാം ശരിയായ രൂപത്തിൽ ചൊല്ലി എങ്കിൽ ആ നിസ്കാരം തുടങ്ങി. വഹാദാ മുജ്മഉൻ അലൈഹി, ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്. ലിഹദീസ് അലിയിൻ മർഫൂഅ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസാണ് തെളിവ് നബിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, അഥവാ നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. മിഫ്താഹു സ്വലാത്തി അത്തുഹൂർ, നബി തങ്ങൾ പറഞ്ഞു നിസ്കാരത്തിൻ്റെ മിഫ്താഹ് താക്കോല് ശുദ്ധീകരണമാണ്. വതഹ്രീമുഹ അത്തക്ബീർ, തഹ്രീം തക്ബീർ കൊണ്ടാണ്. വതഹ്ലീലുഹ, ഹലാലാക്കലോ അത്തസ്ലീം, സലാം കൊണ്ടുമാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ശരിയാവണ്ണം ഒരാൾ ചൊല്ലി കഴിഞ്ഞാൽ അയാൾ നിസ്കാരത്തിന് പ്രവേശിച്ചു എന്ന് പറയാം. 1623 യജിബു, വാജിബാണ്, ഐ യഅ്തിയൽ മുസല്ലി, നിസ്കരിക്കുന്ന ഒരാൾ നിർവഹിക്കൽ, ലി സ്വലാത്തിൽ ഫരീള, ഫർള് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ നിർവഹിക്കണം, ബിഹാദിഹി തക്ബീറ, ഈ തക്ബീർ നിർവഹിക്കണം, ബിതമാമിഹ, പൂർണ്ണമായും തന്നെ നിർവഹിക്കണം, വഹുവ ഖായിമുൻ, അവൻ നിൽക്കുന്ന അവസ്ഥയിൽ. അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലേണ്ടത് നിന്നിട്ടാണ്. ഇരുന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്നിട്ട് പിന്നെ അവിടെ എണീറ്റു, അത് പറ്റൂല. ഫർളാണെങ്കിൽ, ഫർള് നിസ്കാരമാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം പൂർണ്ണമായും നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ അവൻ നിർവഹിക്കണം. ഫൈൻ അതാ ബിഹാ, ഇതൊരാൾ അത് ചെയ്തു, ഔ ബിബഅദിഹാ ഫീഹാ, അതിന് ചില ഭാഗത്ത് വഹുവ ജാലിസ്, ഇരുന്നു കൊണ്ട്, ഔ റാക്കിഉൻ, അല്ലെങ്കിൽ റുക്കൂഴായിക്കൊണ്ട്, ഔ ലം യസ്തതിം ഖായിമൻ, അതിന് നിന്ന അവസ്ഥയിൽ പൂർത്തിയാക്കിയില്ല എങ്കിൽ ലം തസ്ഹിഹ സ്വലാത്തുഹു, നിസ്കാരം സ്വഹിയാവുകയില്ല. അവരപ്പോൾ ഇരിക്കുന്നു, ഇഖാമത്ത് കൊടുത്തു, ഇമാം തക്ബീർ ഇഹ്റാം ചൊല്ലി, അപ്പോൾ ആ ഇരിക്കുന്ന അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് പിന്നെ എഴുന്നേറ്റു, പറ്റൂല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം നിന്നുകൊണ്ട് നിർവഹിക്കൽ നിർബന്ധമാണ്. ലിഅന്നൽ ഖിയാമ റുക്നുൻ ഫിൽ ഫർളി, ഫർള് നിസ്കാരത്തിലെ റുക്നാണ്, നിർബന്ധ ബാധ്യതയാണ് ഖിയാം. കമാ സയതി ബയാനുഹു ഇൻഷാ അല്ലാഹ്. ശേഷം വരും നിസ്കാരം ഫർള് പറയുമ്പോൾ അവിടെ പറയും നൃത്തം ഫർളാണ്. ഫൈദാ അതാ ബിഹാ ഔ ബിബഅദിഹാ ഫീ ഹാലിൻ മിൻ ഹാദിൽ അഹ്വാൽ ഫഖദ് അഖല്ല ബിറുക്നിൽ ഖിയാം. അതുകൊണ്ട് ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം 200 റുക്കൂഴൊക്കെ ആയിക്കൊണ്ട് ചെയ്താൽ അവൻ ഈ ഫർള് വീഴ്ച വരുത്തിയവനാകുന്നു. നിൽക്കാൻ കഴിയുന്നാൽ നിൽക്കണം, നിൽക്കാൻ കഴിയുന്ന ഒരാൾ നിൽക്കാതെ നിസ്കരിച്ചാലോ നിസ്കാരം സ്വഹിയാവുകയില്ല, ഫർളാണെങ്കിൽ. സുന്നത്തിന് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു ഫർളിൽ വീഴ്ച വരുത്തിയവനായി മാറും. അതുകൊണ്ട് നിന്ന അവസ്ഥയിലാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടത്. അമ്മാ ഫിന്നാഫില, എന്നാൽ സുന്നത്തിലാണെങ്കിൽ ഫതസിഹു ജാലിസ, ഇരുന്നു കൊണ്ടും സ്വഹിയാകും. വലൗ കാന ഖാദിറൻ അലൽ ഖിയാം, നിൽക്കാൻ കഴിവുള്ളവനാണെങ്കിലും. സുന്നത്ത് വേണമെങ്കിൽ വെറുതെയും ഇരുന്ന് നിസ്കരിക്കാം, നിൽക്കാൻ കഴിയും, എന്നാലും അയാൾക്ക് വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, കൂലി പൗതിയാവുന്ന മാത്രം. ഇന്ന് നിസ്കരിച്ചാൽ പൗതി കൂലിയാണ്, ഇന്ന് നിസ്കരിച്ചാൽ. ഇന്ന് നിസ്കരിച്ചാൽ പൗതി കൂലിയാണ് കിടന്ന് നിസ്കരിച്ചാൽ, ന്യായമായ കാരണങ്ങളില്ലാതെയാണെങ്കിൽ. വഹാദ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, ഇത് മൊത്തത്തിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ലിമാ റവാ മുസ്ലിമുൻ അൻ അബി സലമത്ത ഖാൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് തെളിവ്. സുന്നത്തിൽ
ഇരുന്ന് നിസ്കരിക്കാം. തെളിവെന്താണ്? അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു ആയിഷത, ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു, അൻ സ്വലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തിനെ പറ്റി ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, കാന യുസല്ലി സലാസ അശ്റത റക്അ, നബി തങ്ങൾ രാത്രി 13 റക്അത്ത് നിസ്കരിക്കും. യുസല്ലി 8 റക്അത്തിൻ, 8 റക്അത്ത് നിസ്കരിക്കും. സുമ്മ യൂതിറു, പിന്നെ വിത്റാക്കും. സുമ്മ യുസല്ലി റക്അത്തൈനി, പിന്നെ നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കലുണ്ട്. വഹുവ ജാലിസുൻ, നബി ഇരുന്നു കൊണ്ട്. ഫൈദാ അറാദ യർകഅ, ആ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ റുകൂഇന് സമയമായാൽ ഖാമ, നബി എഴുന്നേൽക്കും. ഫറകഅ, റുകൂ, അപ്പോൾ ഇരുന്ന് നിസ്കരിക്കും, എന്നിട്ട് ഫാത്തിഹ സൂറത്തൊക്കെ ഓതും. റുക്കൂ ചെയ്യാനാകുമ്പോൾ നബി എഴുന്നേൽക്കും, എഴുന്നേറ്റ് റുക്കൂ ചെയ്യും. സുമ്മ യുസല്ലി റക്അത്തൈനി, പിന്നെ നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കും. ബയൻ നിദാഇ വൽ ഇഖാമത്തി മിൻ സ്വലാത്തി സുബ്ഹി, സുബ്ഹിന്റെ ബാങ്കിലും ഇഖാമത്തിനും ഇടയിൽ 2 റക്അത്ത് സുബ്ഹിന്റെ റവാത്തിബ് അത് നബി നിസ്കരിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ നബി ഇരുന്ന് നിസ്കരിച്ചു എന്ന് വന്നു, നിൽക്കാൻ കഴിഞ്ഞിട്ട് തന്നെ, നിൽക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ നബി നിസ്കരിച്ചു. എന്നിട്ട് റുക്കൂഴിന് സമയമാകുമ്പോൾ എഴുന്നേറ്റ് റുക്കൂഴിലേക്ക് പോവുകയും ചെയ്തു. അല്ല അതിന് പുറമെ തന്നെ 2 റക്അത്ത് നബി നിസ്കരിച്ചല്ലോ. ഇനി യജിബു അലൽ ഇമാമി, ഇനി മറ്റൊരു മസ്അല, ഇമാമിന് വാജിബാണ് അൻ യജ്ഹറ ബിഹാദിഹി തക്ബീറ, ഈ തക്ബീർ ഉറക്കയാക്കൽ നിർബന്ധമാണ്. ലിയുസ്മിഅ മൻ ഖൽഫ ഔ ലിയസ്മഅ മൻ ഖൽഫ, പിറകിലുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കാൻ വേണ്ടി. ഇമാമാണല്ലോ, ഇമാമാകുമ്പോൾ ഇമാം നിസ്കാരം തുടങ്ങി എന്നുള്ളത് മുഅ്മിനീങ്ങൾ അറിയണം. അതുകൊണ്ട് ഇമാം ഉറക്കെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ നിർബന്ധമാണ്. വലിഫഇലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഫിഅലും അങ്ങനെയാണ്. അതെ, 13 ഹദീസ് വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്. ചിലതിൽ 15 വന്നു, 15 വന്ന് ഈ സുബഹിന്റെ 2 റക്അത്ത് അടക്കം. 13 ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ സാധാരണ 11 ചിലപ്പോൾ നബി തുടക്കത്തിൽ 2 റക്അത്ത് ചെറുതായി നിസ്കരിക്കും. ദീർഘമായ നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് നബി ഉറക്കം എഴുന്നേറ്റ് വന്ന് ഉദുവ ചെയ്ത് വന്നിട്ട് നബി 2 റക്അത്ത് ആദ്യം ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കും. എന്നിട്ട് പിന്നെ ദീർഘമായ നിസ്കാരം ആരംഭിക്കും. ആ 2 കൂട്ടിയിട്ട് 13 പറഞ്ഞവരുണ്ട്. സുബഹി 2 കൂട്ടിയിട്ട് 13 പറഞ്ഞവരുണ്ട്. ഇശാ 2 റക്അത്ത് സുന്നത്തും കൂട്ടിയിട്ട് 13 പറഞ്ഞവരും ഉണ്ട്. അതാണ് 13 വരാൻ കാരണം. പിന്നെ കമാ യജിബു അലൽ ഇമാം, ഇമാമിന് നിർബന്ധമായതുപോലെ തന്നെ അൻ യജ്ഹറ ബിസാഇരി തക്ബീർ, മറ്റ് തക്ബീറുകളും ഉറക്കയാക്കൽ നിർബന്ധമായതുപോലെ തന്നെ. തക്ബീറത്തുൽ ഇഹ്റാം ഉറക്കയാക്കണം. പിന്നെ റുക്കൂഇലേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ എല്ലാമുള്ള ഇന്തിഖാലാത്തിന്റെ തക്ബീർ, പോക്കുവരവിൻ്റെ തക്ബീറുകൾ, അതും ഉറക്കയാക്കണം. വയഖൂലു, അവൻ പറയണം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നും ഉറക്കെ പറയണം. വബിൽ ഖിറാഅത്തി ഫിൽ ജഹ്രിയ്യ, ജഹ്രിയായ സ്ഥലങ്ങളിൽ ഉറക്കെ ഖിറാഅത്തും ഉറക്കയാക്കണം. ഉറക്കെ ഓതേണ്ട സ്ഥലങ്ങളിൽ അവൻ ഖിറാഅത്തും ഉറക്കെ ഓതണം. വഹുവ മുസ്തഹബ്ബുൻ ബിഇജ്മാഇ അഹ്ലിൽ ഇൽമി, ഇതെല്ലാം ഉറക്കയാക്കൽ സുന്നത്താണ് ഇജ്മാഅ് പ്രകാരം. നിർബന്ധമാണോ അല്ലേ ഖിലാഫുണ്ട്. എന്നാൽ സുന്നത്താകുന്ന കാര്യത്തിൽ ഇജ്മാഅ് ഉണ്ട്. ഖിറാഅത്തിന് ഇപ്പോൾ ഇമാം എല്ലാം ഓതി, മുഅ്മിനീങ്ങൾ കേട്ടില്ല, നിസ്കാരം ബാത്തിലാകുമോ? ഇല്ല. അപ്പോൾ ഉറക്കെ ഓതൽ സുന്നത്താകുന്ന കാര്യത്തിൽ ഇജ്മാഅ് ഉണ്ട്. ഇത് സുന്നത്തല്ല, അതിനപ്പുറത്തേക്ക് വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ലിമാ സബഖ ദിക്റുഹു, നേരത്തെ പറഞ്ഞ ന്യായങ്ങൾ തന്നെയാണ് അതിനും ഉള്ളത്. എന്തിനും മുഅ്മിനീങ്ങൾ കേൾപ്പിക്കാൻ, ഇമാം മുഅ്മിനീങ്ങൾ കേൾപ്പിക്കണമല്ലോ. അവർക്ക് ആമീൻ പറയണം, അവർക്ക് അറിയണം, ഇമാമിൻ്റെ പോക്ക് വരവുകൾ മുഅ്മിനീങ്ങൾ അറിയണം. അതുകൊണ്ട് അവരെ കേൾപ്പിക്കുക എന്ന തത്വപ്രകാരം ഉറക്കയാക്കണം. നബിയുടെ ഫിഅലും അങ്ങനെയാണ്, അതുകൊണ്ടും അയാൾ ഉറക്കയാക്കണം. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദു എന്ന് പറയുവീൻ എന്നാണ് ഹദീസിലുള്ളത്. അതുപ്രകാരം മഅ്മൂം നിർബന്ധമായും പറയേണ്ടത് അതേ ഉള്ളൂ. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു, മഅ്മൂം അത് പറഞ്ഞില്ല, മഅ്മൂം റബ്ബനാ വലക്കൽ ഹംദു പറഞ്ഞു, അത് മതി. നിർബന്ധമായി പറയേണ്ടത് അതേ ഉള്ളൂ. എന്നാൽ മഅ്മൂം സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒരാൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദയും പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദും പറഞ്ഞു, സുന്നത്തിനെതിരെയല്ല. എന്നാൽ ഒരാൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞില്ല, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു,
മഅ്മൂം റബ്ബന വലക്കൽ ഹംദ് പറഞ്ഞു, നിസ്കാരത്തിന് കുഴപ്പമില്ല. ഈ ഹദീസ് പ്രകാരം വേഗം നിർബന്ധമായും പറയേണ്ടത് അത്രയേ ഉള്ളൂ. അതിനുശേഷം വരും, കുഴിക്കെത്തുമ്പോൾ വരും. ഇപ്പം നമുക്ക് വിശദമായിട്ടുള്ളൂ. ഏത് ആ ചർച്ചയുണ്ടല്ലോ, ചർച്ചയുണ്ട്, ഫിഖിലൊക്കെ ചർച്ചയുണ്ട്. വിശദമായ ശേഷം വരും അത്. അപ്പം അൽഹംദുലില്ലാ അവിടെ നോട്ടെ. ഇനി നമുക്ക് മഅ്മൂം ഉറക്കെ പറയാൻ പറ്റുമോ എന്നതാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇയ്യത്ത് ഒഴിവാക്കാൻ കഴിയൂലാന്ന്. ഇത് നിസ്കാരത്തിൻ്റെ രൂപമാണ് ഇവിടെ, അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ ഫെയ്ലാണ് ഇവിടെ പറയുന്നത്. ഇനി മഅ്മൂമിന് ഉറക്കെ പറയാൻ പറ്റുമോ, പതുക്കെ പറയണോ, അതിൻ്റെ ഹുക്കം എന്താണ്, ഏതേ സമയത്ത് മഅ്മൂമിന് ഉറക്കാക്കാൻ പറ്റിയതുണ്ടോ എന്നൊക്കെയാണ് ഇനി വരുന്നത്. ഇപ്പം ഇമാം ഉറക്കാക്കണം പറഞ്ഞു, ഈ മഅ്മൂം ഉറക്കെ ഓതുക, മഅ്മൂം ഉറക്കെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, അതിൻ്റെ ഹുക്കം എന്താണ്, ഒറ്റ നിസ്കരിക്കുന്ന ആൾ ഉറക്കെ ഓതുക, അതിൻ്റെ ഹുക്കം എന്താണ്, അതൊക്കെയാണ് ഇനിയുള്ള ചർച്ചകളിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്താണെങ്കിലും കേട്ടതിലുപരി ജീവിതത്തിൽ അമലാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. പരമാവധി സൂക്ഷ്മത ഈ രംഗത്തൊക്കെ നമ്മൾ പാലിക്കുക. നമ്മുടെ നിസ്കാരം നബിതങ്ങൾ നിസ്കരിച്ച, നബിതങ്ങൾ പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെയുള്ള നിസ്കാരമാകാൻ നാം ശ്രമിക്കുക. സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.